എൻ്റെ കെട്ടിയോനുണ്ടല്ലോ, എൻ്റെ മുടി സ്ട്രെയിറ്റനിങ് ചെയ്ത് കാണാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ആരും സ്ട്രെയിറ്റനിങ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഞാൻ മുടി സ്മൂത്തനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കൊച്ചിൻ്റെ മാമോദീസയ്ക്കാണ് ഞാൻ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്. പിന്നെയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും കുളിക്കാൻ പാടില്ല, തലയിൽ എണ്ണ ഇടാൻ പാടില്ല, ഇടാണെങ്കിൽ തന്നെ സ്കാൽപ്പിൽ മാത്രം തേച്ചിട്ട് അപ്പം തന്നെ നമ്മൾ കുളിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആചാരങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ സെറം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രയലായിട്ട് വാങ്ങിച്ചതാണ് ഈ ട്രെസമേയുടെ സെറം. ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് വല്ലാത്ത ഒരു സിൽക്കി സ്മൂത്ത് ഹെയർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ഷൈനിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെറമാണ് ഈ ട്രെസമേയുടെ സെറം എന്ന് പറയുന്നത്. പിന്നെ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും തല നോക്കാണ്ട് ഇറങ്ങിപ്പോവാം. കാരണം മുടി അഴിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാം, പാറിപ്പറക്കും എന്നുള്ള ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. എന്നാൽ കുറച്ച് സൈഡ് എഫക്ട്സും അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിച്ചൊരു കാര്യം സ്മൂത്തനിങ് ചെയ്തിട്ടാട്ടോ. കാരണം ഒന്നുമില്ല,